ഓം ശാന്തി 24/12/2023 അവ്യക്ത ബാബ്ദാദ റിവൈസ് കോഴ്സ് 3/4/1997. മുരളിയുടെ ടൈറ്റിലാണ് പഴയ സംസ്കാരങ്ങളെ അവസാനിപ്പിച്ച് തന്റെ നിജ സംസ്കാരം ധാരണ ചെയ്യുന്ന സദാ എവർ റെഡി ആകൂ, അതായത് സദാ തയ്യാറായവരാകൂ. ഇന്ന് ബാബ്ദാദ തന്റെ നാനാഭാഗത്തെയും വിശ്വത്തിലെ ബാബയുടെ സ്നേഹത്തിൽ അലിഞ്ഞു ചേർന്ന ഭാഗ്യശാലി കുട്ടികളെ കാണുകയാണ്. ഓരോ കുട്ടികളുടെയും ഭാഗ്യത്തിൽ ബാബയ്ക്കും അന്തസ്സാണ്. എന്റെ കുട്ടികൾ വർത്തമാന സമയത്ത് ഇത്രയും മഹാനാണ്. മുഴുവൻ കൽപ്പത്തിലും ദേവതാ സ്വരൂപത്തിലാകട്ടെ, ധർമ്മ നേതാക്കളുടെ രൂപത്തിലാകട്ടെ, മഹാത്മാക്കളുടെ രൂപത്തിലാകട്ടെ, കോടിപതി ആത്മാക്കളുടെ രൂപത്തിലാകട്ടെ, ആർക്കും തന്നെ ഇത്രയും ഭാഗ്യമില്ല. എത്രത്തോളം നിങ്ങൾ ബ്രാഹ്മണർക്ക് ഭാഗ്യമുണ്ടോ അത്രയും. അപ്പോൾ തന്റെ ഇങ്ങനെയുള്ള ശ്രേഷ്ഠ ഭാഗ്യത്തെ സദാ സ്മൃതിയിൽ വെക്കുന്നുണ്ടോ? സദാ ഈ അനന്തമായ ഗീതം മനസ്സിൽ പാടിക്കൊണ്ടിരിക്കുകയാണോ? ആഹാ ഭാഗ്യവിധാതാവായ ബാബ, ആഹാ ആഹാ ശ്രേഷ്ഠ ആത്മാവായ എന്റെ ഭാഗ്യം, ആഹാ. ഈ ഭാഗ്യത്തിന്റെ പാട്ട് സദാ തനിയെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? ബാബ കുട്ടികളെ കണ്ട് കണ്ട് സദാ ഹർഷിതമാകുന്നു. കുട്ടികളും ഹർഷിതമാകുന്നു. എന്നാൽ ഇടയ്ക്കിടെ ഇടയിൽ സ്വന്തം ഭാഗ്യത്തെ പ്രത്യക്ഷമാക്കുന്നതിനു പകരം അപ്രത്യക്ഷമാക്കി കളയുന്നു. ബാബ നോക്കുമ്പോൾ കുട്ടികളുടെ ഉള്ളിൽ തന്റെ സൗഭാഗ്യത്തിന്റെ ലഹരി നിശ്ചയം അപ്രത്യക്ഷമായി പോകുന്നു. അപ്പോൾ എന്തു പറയും? ഡ്രാമ. എന്നാൽ ബാബ്ദാദ എല്ലാ കുട്ടികളെയും സദാ ഭാഗ്യത്തിന്റെ സ്മൃതി സ്വരൂപമായി കാണാൻ ആഗ്രഹിക്കുന്നു. താങ്കളും എല്ലാവരും ഇതാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇടയിൽ വരുന്നു. ആരോടെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എല്ലാ കുട്ടികളും ഇതേ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ബാബയ്ക്ക് സമാനം ആകുക തന്നെ വേണം. ലക്ഷ്യം വളരെ നല്ലതാണ്. ലക്ഷ്യം ശ്രേഷ്ഠമാണെങ്കിൽ വളരെ നല്ലത്. എന്നാൽ ഇടയ്ക്ക് പ്രത്യക്ഷ രൂപം, ഇടയ്ക്ക് അപ്രത്യക്ഷ രൂപം എന്തുകൊണ്ട്? കാരണം എന്താണ്? ബാബ്ദാദയോട് ഇത്രയും നല്ല നല്ല പ്രതിജ്ഞ ചെയ്യുന്നു, ആത്മീയ സംഭാഷണവും നടത്തുന്നു. എന്നിട്ടും ലക്ഷ്യവും ലക്ഷണവും തമ്മിൽ വ്യത്യാസം എന്തുകൊണ്ടാണ്? അപ്പോൾ ബാബ്ദാദ റിസൾട്ടിൽ കണ്ടു കാരണമെന്താണ് എന്ന്. താങ്കൾക്ക് എല്ലാവർക്കും അറിയാം, പുതിയ കാര്യമല്ല. എന്നാലും ബാബ്ദാദ റിവൈസ് ചെയ്യിക്കുകയാണ്. ബാബ്ദാദ കണ്ടു 3 കാര്യങ്ങളുണ്ട്. ഒന്നാണ് ചിന്തിക്കുക, സങ്കല്പം വയ്ക്കുക. രണ്ടാമതാണ് പറയുക, വർണ്ണിക്കുക. മൂന്നാമതാണ് കർമ്മത്തിൽ പ്രാക്ടിക്കലായി അനുഭവത്തിൽ പെരുമാറ്റത്തിൽ കൊണ്ടുവരിക, കർമ്മത്തിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ 3ന്റെയും സമാനതയുടെ ബാലൻസ് കുറവാണ്. എപ്പോൾ ബാലൻസ് ഉണ്ടാകുന്നുവോ അപ്പോൾ നിശ്ചയവും ലഹരിയും പ്രത്യക്ഷമാകുന്നു. എപ്പോൾ ബാലൻസ് കുറയുന്നുവോ അപ്പോൾ നിശ്ചയവും ലഹരിയും അപ്രത്യക്ഷമാകുന്നു. റിസൾട്ടിൽ കണ്ടു ചിന്തിക്കുന്നതിന്റെ ഗതി വളരെ നല്ലതുമാണ്, വേഗതയും ഉണ്ട്. സംസാരിക്കുന്നതിന്റെ തീവ്രതയും ലഹരിയും അത് 75% ശരിയാണ്. സംസാരത്തിൽ ഭൂരിപക്ഷം സമർത്ഥരുമാണ്. എന്നാൽ പ്രാക്ടിക്കലിൽ പെരുമാറ്റത്തിൽ കൊണ്ടുവരുന്നതിൽ ആകെ മാർക്ക് കുറവാണ്. അപ്പോൾ 2 കാര്യങ്ങളിൽ ശരിയാണ്, എന്നാൽ 3ാമത്തെ കാര്യത്തിൽ കുറവാണ്. കാരണം സങ്കല്പം നല്ലതാണ്, സംസാരവും വളരെ സുന്ദര രൂപത്തിലാണ്. പിന്നെ പ്രാക്ടിക്കലിൽ കുറവാകുന്നത് എന്തുകൊണ്ടാണ്? കാരണം എന്താണെന്നറിയാമോ? ഉണ്ടെന്നോ ഇല്ലെന്നോ പറയൂ. വളരെ നന്നായി അറിയാം.
അഥവാ ആരോടെങ്കിലും ഈ വിഷയത്തിൽ പ്രഭാഷണം നടത്തൂ അല്ലെങ്കിൽ ക്ലാസ് എടുക്കൂ എന്ന് പറഞ്ഞാൽ എത്ര നന്നായി ക്ലാസ് ചെയ്യിക്കും. വളരെ നിശ്ചയത്തോടും ലഹരിയോടും തിളക്കത്തോടും ഭാഷണവും ചെയ്യും, ക്ലാസും എടുക്കും, ചെയ്യുന്നുണ്ട്. ബാബ്ദാദ എല്ലാവരുടെയും ക്ലാസുകൾ കേൾക്കുന്നുണ്ട്. എന്തെല്ലാം പറയുന്നു, പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ആഹാ കുട്ടികളെ, ആഹാ. മുഖ്യമായ കാര്യമാണ് ബാബ്ദാദ ആദ്യമേ കേൾപ്പിച്ചു. ഇത് റിവൈസ് കോഴ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാബ പറയുന്നു, കാരണം ഒന്നാണ്, കൂടുതലൊന്നുമല്ല, ഒരേ ഒരു കാരണമാണ്. ബാബ്ദാദ മനസ്സിലാക്കുന്നു, കാരണത്തെ നിവാരണം ചെയ്യുന്നതും പ്രയാസമല്ല, വളരെ സഹജമാണ്. എന്നാൽ സഹജമായതിനെ പ്രയാസമാക്കി തീർക്കുന്നു. പ്രയാസമല്ല, പക്ഷെ ആക്കി മാറ്റുന്നു. എന്തുകൊണ്ട്? ലഹരി അപ്രത്യക്ഷമാകുന്നു. ഒരേ ഒരു കാരണമാണ്. എന്ത് തന്നെ ധാരണയുടെ കാര്യങ്ങൾ കേൾക്കുന്നുവോ ചെയ്യുന്നുവോ, ശക്തികളുടെ രൂപത്തിലാകട്ടെ ഗുണങ്ങളുടെ രൂപത്തിലാകട്ടെ, ധാരണയുടെ കാര്യങ്ങൾ വളരെ നന്നായി ചെയ്യുന്നു. ഇത്രയും നന്നായി ചെയ്യുന്നു. കേൾക്കുന്നവർ അജ്ഞാനിയാകട്ടെ ജ്ഞാനിയാകട്ടെ, കേട്ടിട്ട് വളരെ നല്ലത് വളരെ നല്ലത് എന്ന് പറഞ്ഞ് നിറയെ കൈയടിക്കുന്നു. വളരെ നല്ലതെന്ന് പറഞ്ഞു. പക്ഷേ എത്ര തവണ പക്ഷേ വന്നു? ഈ പക്ഷേ തന്നെയാണ് വിഘ്നം ഇടുന്നത്. പക്ഷേ എന്ന വാക്ക് ഇല്ലാതാവുക, അതിനർത്ഥം ബാബയ്ക്ക് സമാനം സമീപത്ത് വരിക. ബാബയുടെ സമീപത്ത് വരിക എന്നാൽ സമയത്തെ സമീപം കൊണ്ടുവരിക എന്നാണ്. പക്ഷെ ഇപ്പോൾ വരെയും പക്ഷേ എന്ന വാക്ക് പറയേണ്ടി വരുന്നു. ബാബയ്ക്കിത് നല്ലതായി തോന്നുന്നില്ല, പക്ഷേ പറയേണ്ടി വരുന്നു. അപ്പോൾ കാരണം എന്താണ്? എന്തു തന്നെ പറഞ്ഞാലും ധാരണ ചെയ്താലും ധാരണയുടെ രൂപത്തിൽ ധരിക്കുന്നു. ആ ധാരണ ചിലർക്ക് അല്പസമയം, ചിലർക്ക് കൂടുതൽ സമയവും ഉണ്ടാകുന്നു. പക്ഷേ ധാരണ പ്രാക്ടിക്കലിൽ സദാ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അതിനായി പ്രധാന കാര്യം ഇതാണ്. ദ്വാപരം മുതൽ അന്തിമ ജന്മം വരെയും എന്തെല്ലാം അവഗുണങ്ങൾ അല്ലെങ്കിൽ ദുർബലതകളുണ്ടോ അതിന്റെ ധാരണ സംസ്കാര രൂപത്തിൽ ആയിരിക്കുന്നു. സംസ്കാരമായതിനാൽ പരിശ്രമിക്കേണ്ടി വരുന്നില്ല. വിടാൻ ആഗ്രഹിക്കുന്നുമുണ്ട്, നല്ലതായി തോന്നുന്നുമില്ല. എന്നാലും പറയുന്നു, എന്ത് ചെയ്യും, എന്റെ സംസ്കാരം ഇങ്ങനെയാണ്. താങ്കൾ മോശമായി ഒന്നും വിചാരിക്കരുത്, എന്റെ സംസ്കാരം ഇങ്ങനെയാണ്. സംസ്കാരം ഉണ്ടായത് എങ്ങനെ? ഉണ്ടാക്കിയാലാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ദ്വാപരം മുതൽ ഈ തലതിരിഞ്ഞ സംസ്കാരം ഉണ്ടായിരിക്കുന്നു. അതിലൂടെ താങ്കൾ സമയത്ത് നിർബന്ധിതവും ആകുന്നു. എന്നിട്ടും പറയുന്നു, എന്തു ചെയ്യും, സംസ്കാരമാണ്. അപ്പോൾ സംസ്കാരം സഹജം, ആഗ്രഹിക്കുന്നില്ലെങ്കിലും പ്രാക്ടിക്കലിൽ വരുന്നുവല്ലോ. ആർക്കെങ്കിലും ക്രോധം വരുന്നുണ്ടെങ്കിൽ അല്പസമയത്തിന് ശേഷം പറയുന്നു, താങ്കൾ മോശമായി വിചാരിക്കരുത്, എന്റെ സംസ്കാരമാണ്. ക്രോധത്തിന്റെ സംസ്കാരം ഉണ്ടായി, അവഗുണത്തെ സംസ്കാരമാക്കി. അപ്പോൾ എന്തുകൊണ്ട് ഗുണങ്ങളെ സംസ്കാരമാക്കിയില്ല? ക്രോധം അജ്ഞാനത്തിന്റെ ശക്തിയാണെങ്കിൽ ജ്ഞാനത്തിന്റെ ശക്തി ശാന്തിയാണ്, സഹനശക്തിയാണ്. അപ്പോൾ അജ്ഞാനത്തിന്റെ ശക്തി ക്രോധത്തെ വളരെ നല്ല രീതിയിൽ സംസ്കാരം ആക്കിയിരിക്കുന്നു, ഉപയോഗിക്കുകയും ചെയ്യുന്നു. പിന്നീട് മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നു. മാപ്പ് നൽകൂ, ഇനി ചെയ്യുകയില്ല. എന്നാൽ കൂടുതൽ ചെയ്യുകയും ചെയ്യുന്നു. കാരണം എന്തെന്നാൽ സംസ്കാരമുണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ ബാപ്ദാദ ഒരേ ഒരു കാര്യം കുട്ടികളെ വീണ്ടും വീണ്ടും കേൾപ്പിക്കുന്നു. ഇപ്പോൾ ഓരോ ഗുണത്തിന്റെയും ഓരോ ജ്ഞാനത്തിന്റെ കാര്യത്തെയും സംസ്കാര രൂപത്തിൽ ഉണ്ടാക്കൂ. ബ്രാഹ്മണ ആത്മാക്കളുടെ നിജ സംസ്കാരം ഏതാണ്? ക്രോധമോ
സഹനശക്തിയോ? ഏതാണ്? സഹനശക്തി ശാന്തിയുടെ ശക്തി ഇതല്ലേ? അപ്പോൾ അവഗുണങ്ങളെ സഹജമായി തന്നെ സംസ്കാരമാക്കി ഇടിച്ചിടിച്ച് ഉള്ളിൽ ഉറപ്പിച്ചു. അത് ആഗ്രഹിച്ചില്ലെങ്കിലും കൂടെ കൂടെ പുറത്തു വരുന്നു. ഇങ്ങനെ ഓരോ ഗുണത്തെയും ഉള്ളിൽ ഇടിച്ചിടിച്ച് സംസ്കാരമാക്കിയെടുക്കൂ. എന്റെ നിജ സംസ്കാരം ഏതാണ്? ഇത് സദാ ഓർമ്മയിൽ വയ്ക്കൂ. മറ്റേതാണെങ്കിൽ രാവണന്റെ സ്വത്ത് സംസ്കാരമാക്കിയതാണ്, അന്യ സ്വത്തിനെ സ്വന്തമാക്കിയതാണ്. ഇനി ബാബയുടെ സമ്പത്തുകളെ സ്വന്തമാക്കൂ. രാവണന്റെ വസ്തുവിനെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു, ബാബയുടെ സാധനത്തെ കാണാതാക്കിയിരിക്കുന്നു. എന്തുകൊണ്ട്? രാവണനോട് സ്നേഹമാണോ? രാവണൻ നല്ലതായി തോന്നുന്നുവോ അതോ ബാബ നല്ലതായി തോന്നുന്നുവോ? എല്ലാവരും പറയുന്നത് ബാബ നല്ലതാണ്, ഇതല്ലേ മനസ്സുകൊണ്ട് പറയുന്നത്. പക്ഷെ ആരാണോ നല്ലതായി തോന്നുന്നത് അവരുടെ കാര്യങ്ങൾ നിശ്ചയത്തിന്റെ മഷിയിൽ ഹൃദയത്തിൽ ചേർക്കണം. ആരെങ്കിലും രാവണന്റെ സംസ്കാരത്തിന് വശപ്പെടുമ്പോൾ അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ബാബ അങ്ങയോട് എനിക്ക് വളരെ സ്നേഹമാണ്, വളരെ സ്നേഹമാണ്. ബാബ ചോദിക്കുന്നു, എത്ര സ്നേഹമുണ്ട്? അപ്പോൾ പറയുന്നു, ആകാശത്തെക്കാൾ അധികം. ബാബ കേട്ടിട്ട് സന്തോഷിക്കുകയും ചെയ്യുന്നു, എത്ര നിഷ്കളങ്കരായ കുട്ടികളാണ്. എന്നിട്ടും ബാബ പറയുന്നു, ബാബയ്ക്ക് എല്ലാ കുട്ടികളോടും പ്രതിജ്ഞയുണ്ട്. ഹൃദയം കൊണ്ട് ഒരു തവണയെങ്കിലും എന്റെ ബാബ എന്ന് പറഞ്ഞു, പിന്നീട് ഇടയ്ക്കിടയ്ക്ക് മറന്നുപോയാലും ഒരു തവണയെങ്കിലും ഹൃദയം കൊണ്ട് പറഞ്ഞു എന്റെ ബാബ എന്ന്. അപ്പോൾ ബാബയും പറയുന്നു, ആരായാലും എങ്ങനെയായാലും എന്റേതാണ്, കൊണ്ടുപോവുക തന്നെ വേണം. ബാബ ഇതുമാത്രം ആഗ്രഹിക്കുന്നു, കേവലം ഘോഷയാത്രയിൽ പോകരുത്, പ്രിയതമയായി പോകണം. കേട്ടിട്ട് എല്ലാവരും വളരെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു. അവനവനുമേൽ ചിരിയും വരുന്നു. ഇപ്പോൾ കേൾക്കുന്ന സമയം അവനവനോട് ചിരി വരുന്നില്ലേ? അവനവനുമേൽ ചിരി വരിക. എന്നിട്ട് എപ്പോഴാണോ ആവേശം വരുന്നത് അപ്പോൾ ചുവപ്പ് മഞ്ഞയായി മാറുന്നു. പക്ഷെ ബാബ റിസൾട്ടിൽ കണ്ടു, കുട്ടികളിൽ ഒരു വിശേഷത വളരെ നന്നായി ഉണ്ട്. അത് ഏതാണ്? പവിത്രതയിൽ കഴിയുക. ഇതിനു വേണ്ടി എത്ര തന്നെ സഹിക്കേണ്ടി വന്നു, എത്ര തന്നെ എതിർക്കുന്നവർ മുന്നിൽ വന്നു. പക്ഷെ ഈ കാര്യത്തിൽ 75% നല്ലതാണ്. ചില പൊങ്ങച്ചവും കാണിക്കുന്നുണ്ട്, എന്നാലും 75% ഈ കാര്യത്തിൽ പാസ്സായി കാണിച്ചിരിക്കുന്നു. ഇനി അതിനുശേഷം രണ്ടാമത്തെ വിഷയം ഏതാണ്? ക്രോധം. ദേഹബോധമാണെങ്കിൽ ആകെയുള്ളത് തന്നെയാണ്. എന്നാൽ കാണപ്പെട്ടു ക്രോധത്തിന്റെ വിഷയത്തിൽ വളരെ കുറവാണ് പാസ്സായത്. ഇങ്ങനെ വിചാരിക്കുന്നു, ക്രോധം ഒരു വികാരമേ അല്ല, ഇത് ആയുധമാണ്, വികാരമല്ല എന്ന തരത്തിൽ. പക്ഷെ ക്രോധം ജ്ഞാനീതു ആത്മാവിന് മഹാശത്രുവാണ്. എന്തെന്നാൽ ക്രോധം അനേക ആത്മാക്കളുടെ ബന്ധസമ്പർക്കത്തിൽ വരുന്നതിലൂടെ പ്രസിദ്ധമാകുന്നു. ക്രോധത്തെ കണ്ട് ബാബയുടെ പേരിന് വളരെ ഗ്ലാനി ഉണ്ടാകുന്നു. പറയുന്നവർ ഇതാണ് പറയുക, ജ്ഞാനീതു ആത്മാവായ കുട്ടികളെ കണ്ടു. ക്രോധത്തിന് ധാരാളം രൂപമുണ്ട്. ഒരു മഹാരൂപം താങ്കൾ വളരെ നന്നായി അറിയുന്നു, കാണപ്പെടുന്നു, ഇവർ ക്രോധിക്കുകയാണ് എന്ന്. രണ്ടാമത് ക്രോധത്തിന്റെ സൂക്ഷ്മ സ്വരൂപം ഉള്ളിൽ അസൂയ, വിദ്വേഷം, വെറുപ്പ് ഉണ്ടാക്കുന്നു. ഈ സ്വരൂപത്തിൽ ഉറക്കെ സംസാരിക്കുക, അല്ലെങ്കിൽ പുറമെ ഒരു രൂപവും കാണപ്പെടുകയില്ല. എന്നാൽ പുറമേ ക്രോധം ഉണ്ടാകുമ്പോൾ ക്രോധം അഗ്നിരൂപമല്ലേ? അത് ഉള്ളിൽ സ്വയവും കത്തിക്കൊണ്ടിരിക്കുന്നു, മറ്റുള്ളവരെയും കത്തിക്കുന്നു. ഇങ്ങനെ അസൂയ, വിദ്വേഷം, വെറുപ്പ്
ഇതാരിലുണ്ടോ അവർ ഈ അഗ്നിയിൽ ഉള്ളിന്റെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്നു. പുറമേ നിന്ന് ചുവപ്പും മഞ്ഞയും ആകുന്നില്ല. ചുവപ്പും മഞ്ഞയും ആകുന്നത് പിന്നെയും ശരിയാണ്, എന്നാൽ അവർ കറുത്തതാകുന്നു. മൂന്നാമത് ക്രോധത്തിന്റെ സാമർഥ്യത്തിന്റെ രൂപമാണ്. അതെന്താണ്? പറയുന്നതിൽ മനസ്സിലാക്കുന്നതിൽ ഇങ്ങനെ കരുതുന്നു, അല്ലെങ്കിൽ പറയുന്നു, ചിലയിടത്തൊക്കെ ഗൗരവം ഉണ്ടാക്കേണ്ടി വരുന്നു, ചിലയിടങ്ങളിൽ നിയമം കയ്യിലെടുക്കേണ്ടി വരുന്നു മംഗളത്തിന് വേണ്ടി. ഇപ്പോൾ മംഗളമാണോ അല്ലയോ അത് അവനവനോട് ചോദിക്കൂ. ബാപ്ദാദ ആർക്കും സ്വന്തം കയ്യിൽ നിയമമെടുക്കുവാനുള്ള അനുമതി നൽകിയിട്ടില്ല. എന്താ, ഏതെങ്കിലും മുരളിയിൽ പറഞ്ഞിട്ടുണ്ടോ നിയമം കയ്യിലെടുത്തോളൂ, ക്രോധിക്കാതിരുന്നാൽ മതി എന്ന്? നിയമം കയ്യിലെടുക്കുന്നവരുടെ ഉള്ളിലെ രൂപം അതാണ്, ക്രോധത്തിന്റെ അംശമാണ്. നിമിത്താത്മാക്കളും നിയമം കയ്യിലെടുക്കുന്നില്ല, എന്നാൽ അവർക്ക് നിയമം റിവൈസ് ചെയ്യേണ്ടി വരുന്നു. നിയമം ആർക്കും കയ്യിലെടുക്കാൻ കഴിയില്ല, എന്നാൽ നിമിത്തമാണെങ്കിൽ ബാബയിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള നിയമത്തെ റിവൈസ് ചെയ്യേണ്ടി വരുന്നു. നിമിത്തമാകുന്നവർക്ക് ഇത്രയും അനുവാദമുണ്ട്, എല്ലാവർക്കും ഇല്ല. ഇന്ന് ബാപ്ദാദ കുറച്ച് ഒഫീഷ്യൽ ശിക്ഷണം നൽകുകയാണ്. സ്നേഹത്തോടെ എടുക്കണം. എന്തെന്നാൽ ബാപ്ദാദ കുട്ടികൾ എഴുതിയിട്ടുള്ള ചെയ്തിട്ടുള്ള പ്രതിജ്ഞ കേട്ട് കണ്ട് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബാപ്ദാദ എന്താണോ കേൾപ്പിച്ചത്, ഓരോ ഗുണത്തെയും നിജ സംസ്കാരം ആക്കിയിടൂ. ഇത് അടിവരയിട്ടോ എങ്കിൽ ഇപ്പോൾ മുതലേ ഇത് പറയണം. ശാന്തസ്വരൂപത്തിൽ കഴിയുക, സഹനശീലരാവുക, ഇതെന്റെ സംസ്കാരം ആയിരിക്കുന്നു. പിന്നെ ബാപ്ദാദ മിലനം ആഘോഷിക്കുവാൻ വരുമ്പോൾ ഇത് തന്റെ സംസ്കാരമാക്കി ഈ 5-6 മാസത്തിനുള്ളിൽ കാണിക്കണം. അതിനാണ് ഇന്ന് റിസൾട്ട് കേൾപ്പിക്കുന്നത്. ക്രോധത്തിന്റെ റിപ്പോർട്ട് ധാരാളം വരുന്നുണ്ട്. ചെറുതും വലുതുമായ രൂപത്തിൽ ക്രോധിക്കുന്നു. ഇപ്പോൾ ബാപ്ദാദ കൂടുതൽ പറയുന്നില്ല, പക്ഷെ കഥകൾ വളരെ രസമുള്ളതാണ്. അതുകൊണ്ട് ഇന്നു മുതൽ ക്രോധത്തെ എന്തു ചെയ്യും? വിട പറയുമോ? ബ്രാക്കറ്റിൽ എല്ലാവരും കൈയടിച്ചു. നോക്കൂ, കൈയടിക്കുക വളരെ എളുപ്പമാണ്, എന്നാൽ ക്രോധത്തിന്റെ കൈയടി ഉണ്ടാകരുത്. ബാപ്ദാദ ഇപ്പോൾ ഇത് വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിട്ടും ദയ വരുന്നു, അതുകൊണ്ട് കേൾക്കുന്നു. അതിനാൽ ഇനി മുതൽ ഇത് പറയരുത്, ബാബ പ്രതിജ്ഞ ചെയ്തതാണ്, പക്ഷെ പിന്നെയും വന്നു, എന്തു ചെയ്യും? ആഗ്രഹിക്കുന്നില്ല, വന്നു പോകുന്നു. താങ്കൾ തന്നെ മായയ്ക്ക് മനസ്സിലാക്കി കൊടുക്കൂ, ക്രോധത്തിന് മനസ്സിലാക്കി കൊടുക്കൂ. അപ്പോൾ പുരുഷാർത്ഥം ബാബ ചെയ്യും, പ്രാലബ്ധം കുട്ടികൾ എടുക്കും. ഇങ്ങനെയാണോ? ഈ പരിശ്രമവും ബാബ ചെയ്യണമോ? അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിജ്ഞ ചെയ്യരുത്. പിന്നെ 5 മാസത്തിനു ശേഷം റിസൾട്ട് കാണണം. താങ്കൾ പറഞ്ഞാലും ഇല്ലെങ്കിലും ബാബയുടെ അടുക്കൽ എത്തിച്ചേരുന്നു. ഇങ്ങനെയുള്ള റിസൾട്ട് ഉണ്ടാകരുത്. എന്ത് ചെയ്യാം, സംഭവിച്ചു പോകുന്നു, സാഹചര്യം ഇങ്ങനെ വന്നു, കാര്യം വളരെ വലുതായി വന്നില്ലേ? ബാബയെയും മനസ്സിലാക്കിക്കുവാൻ ശ്രമം നടത്തുന്നു. വളരെ സമർത്ഥരാണ്. പറയുന്നു, ബാബ ചെറിയ വലിയ കാര്യങ്ങൾ ഞങ്ങൾ മറികടന്നതാണ്. ഈ സംഭവം തന്നെ വലുതായിരുന്നില്ലേ? അപ്പോൾ ദോഷം ആരുടെ മേൽ വെച്ചു? സംഭവത്തിനു മേൽ. സംഭവം എന്താണ് ചെയ്യുന്നത്? വന്നു പോയി. 5000 വർഷത്തിനു ശേഷം വീണ്ടും സംഭവം വരും. 5000 വർഷത്തിനു ശേഷം ഏത് സംഭവം വരണമോ അതിനുമേൽ ദോഷം വെച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ചെയ്യരുത്. എന്തു ചെയ്യാൻ എന്ന സങ്കല്പം പോലും കൊണ്ടുവരരുത്. ബാപ്ദാദ ക്രോധത്തിനെ എന്തുകൊണ്ട് വിശേഷിച്ചു പറയുന്നു? എന്തെന്നാൽ അഥവാ ക്രോധത്തിന് താങ്കൾ വിട നൽകിയെങ്കിൽ
ഇതിൽ ലോഭം, ഇച്ഛ എല്ലാം വരുന്നു. ലോഭം വെറും പൈസയിലും കഴിക്കുന്നതിലുമല്ല ഉണ്ടാകുന്നത്. ഭിന്ന ഭിന്ന പ്രകാരത്തിലുള്ള ജ്ഞാനത്തിന്റെ അല്ലെങ്കിൽ അജ്ഞാനത്തിന്റെ ഏതിച്ഛയും ലോഭമാണ്. അപ്പോൾ ക്രോധത്തെ അവസാനിപ്പിക്കുന്നതിലൂടെ ലോഭവും സ്വതവേ അവസാനിച്ചുകൊള്ളും, അഹങ്കാരവും അവസാനിച്ചുകൊള്ളും. അഭിമാനം വരുന്നില്ലേ, ഞാൻ വലുത്, ഞാൻ വിവേകശാലി, എനിക്കറിയാം ഇവരെന്താണ് സ്വയം വിചാരിക്കുന്നത് എന്നൊക്കെ. അപ്പോഴാണ് ക്രോധം വരുന്നത്. അപ്പോൾ അഭിമാനവും ലോഭവും ഇതും ഒപ്പമൊപ്പം വിട പറഞ്ഞോളും. അതുകൊണ്ട് ബാബ്ദാദ വിശേഷിച്ച് ലോഭത്തിനു വേണ്ടി പറയാതെ ക്രോധത്തെ അടിവരയിട്ടുകൊണ്ടിരിക്കുന്നു. എങ്കിൽ സംസ്കാരം ഉണ്ടാക്കുമോ? ഇപ്പോൾ എല്ലാവരും കൈയുയർത്തു, എല്ലാവരുടെയും ഫോട്ടോ എടുക്കൂ. ബ്രാക്കറ്റിൽ എല്ലാവരും കൈയുയർത്തി. അപ്പോൾ കുറച്ച് ആശംസകൾ തരുന്നു, കൂടുതലില്ല. എപ്പോഴാണോ വീണ്ടും റിസൾട്ട് നോക്കുന്നത്, അപ്പോൾ വതനത്തിലെ ദേവതമാരും സ്വർഗത്തിലെ ദേവതമാരും താങ്കൾക്ക് മേൽ ആഹാ ആഹാ എന്ന് പുഷ്പം വർഷിക്കും. ഇന്നു മുതൽ ഓരോരുത്തരും അവനവനെ നോക്കണം, മറ്റുള്ളവരെ നോക്കണ്ട. മറ്റുള്ളവരുടെ ഈ കാര്യം നോക്കുന്നതിനുള്ള മനസ്സിന്റെ കണ്ണ് അടയ്ക്കുക. ഈ കണ്ണുകൾ അടയ്ക്കുവാൻ കഴിയില്ലല്ലോ, എന്നാൽ മനസ്സിന്റെ കണ്ണ് അടച്ചുവെക്കുക. അടുത്തയാൾ ചെയ്യുന്നുണ്ടോ, അതിന്റെ അടുത്തയാൾ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് നോക്കേണ്ടതില്ല. ബാബ വളരെ ഉറപ്പിച്ചു പറയുന്നു, അഥവാ ഏതെങ്കിലും മഹാരഥി ഇങ്ങനെ ദുർബലത കാട്ടുന്നുവെങ്കിൽ അത് കാണുന്നതിനും കേൾക്കുന്നതിനുമുള്ള മനസ്സിനെ അന്തർമുഖി ആക്കുക. ചിരിക്കാനുള്ള ഒരു കാര്യം കേൾപ്പിക്കട്ടെ. ബാബ്ദാദ ഇന്ന് കുറച്ച് സ്പഷ്ടമായി കേൾപ്പിക്കുകയാണ്. മോശമായി തോന്നില്ലല്ലോ, നല്ലത്. ഒന്നുകൂടി സ്പഷ്ടമായി കാര്യം കേൾപ്പിക്കുകയാണ്. ബാബ്ദാദ കണ്ടു, ഭൂരിഭാഗം പേരും സമയമനുസരിച്ച്, എപ്പോഴുമല്ല ഇടയ്ക്കിടെ മഹാരഥികളുടെ വിശേഷതയെ കുറച്ചു മാത്രം കാണുന്നു, ദുർബലതകളെ വളരെ ആഴത്തിൽ കാണുന്നു, പിന്തുടരുന്നു, പരസ്പരം വർണ്ണിക്കുകയും ചെയ്യുന്നു. എന്താണ്? എല്ലാവരെയും കണ്ടു, മഹാരഥിയും ഇങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മളാണെങ്കിൽ പിന്നാലെ വന്നവരാണ്. എപ്പോൾ മഹാരഥി മാറുന്നുവോ അപ്പോൾ ഞങ്ങളും മാറാം. എന്നാൽ മഹാരഥികളുടെ തപസ്, മഹാരഥികളുടെ വളരെ കാലത്തെ പുരുഷാർത്ഥം അവരെ അധികം മാർക്ക് നൽകിച്ച് അവരെ പാസ് വിത്ത് ഓണർ ആക്കുന്നു. താങ്കൾ മഹാരഥി മാറുമ്പോൾ ഞാൻ മാറും എന്ന കാത്തിരിപ്പിൽ ഇരിക്കുകയാണെങ്കിൽ വഞ്ചിക്കപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ മനസ്സിനെ അന്തർമുഖിയാക്കൂ. മനസ്സിലായോ? ഇതും ബാബ്ദാദ ധാരാളം കേൾക്കുന്നു. കണ്ടു കണ്ടു, ഞങ്ങൾക്കും കണ്ണുകളുണ്ടല്ലോ, ഞങ്ങൾക്കും കാതുണ്ടല്ലോ, ഞങ്ങളും ധാരാളം കേൾക്കുന്നുണ്ട്. എന്നാൽ മഹാരഥികളോട് ഈ കാര്യത്തിൽ മത്സരിക്കരുത്. നന്മകളുടെ മത്സരം നടത്തൂ, മോശമായതിന്റെ മത്സരം നടത്തരുത്. ഇതിൽ വഞ്ചിക്കപ്പെടും. ബാബയ്ക്ക് ദയ തോന്നുന്നു. കാരണം മഹാരഥികളുടെ അടിത്തറയായ നിശ്ചയം ഇളകാത്തതും അചഞ്ചലവും ആണ്. അതിന്റെ ആശീർവാദവും അധികം മഹാരഥികൾക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും മനസ്സിന്റെ കണ്ണിനെ ഈ കാര്യത്തിനു വേണ്ടി തുറക്കരുത്, അടച്ചുവെക്കൂ. കേൾക്കുന്നതിനു പകരം മനസ്സിനെ അന്തർമുഖിയാക്കി വെക്കുക. മനസ്സിലായോ? നാനാഭാഗത്തെയും സർവ ബാബ്ദാദയുടെ സ്നേഹത്തിൽ അലിഞ്ഞ ആത്മാക്കൾക്ക്, സർവ ബാബയുടെ സേവാധാരി ആത്മാക്കൾക്ക്, സർവ സഹജ പുരുഷാർത്ഥത്തെ സ്വന്തമാക്കുന്ന ശ്രേഷ്ഠാത്മാക്കൾക്ക്, സദാ ബാബയ്ക്ക് സമാനം ആകുന്നതിന്റെ ലക്ഷ്യവും ലക്ഷണവും സമാനമാക്കുന്ന ബാബയുടെ സമീപ ആത്മാക്കൾക്ക്, ബാബ്ദാദയുടെ
വളരെ വളരെ സ്നേഹസ്മരണകൾ. നമസ്തേ. വരദാനം: എല്ലാവർക്കും അമരജ്ഞാനം നൽകി അകാല മൃത്യുവിന്റെ ഭയത്തിൽ നിന്ന് വിടുവിക്കുന്ന ശക്തിശാലി സേവാധാരിയായി ഭവിക്കട്ടെ. ലോകത്തിന്ന് അകാല മൃത്യുവിന്റെ തന്നെ ഭയമാണ്. ഭയത്തോടെ കഴിയുകയും ചെയ്യുന്നു, പോയിക്കൊണ്ടുമിരിക്കുന്നു, ഉറങ്ങുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ആത്മാക്കളെ സന്തോഷത്തിന്റെ കാര്യങ്ങൾ കേൾപ്പിച്ച് ഭയത്തിൽ നിന്ന് വിടുവിക്കൂ. അവരെ സന്തോഷ വാർത്ത കേൾപ്പിക്കൂ. ഞാൻ താങ്കളെ 21 ജന്മത്തേക്ക് മരണത്തിൽ നിന്ന് രക്ഷിക്കാം. ഓരോ ആത്മാവിനും അമരജ്ഞാനം നൽകി അമരനാക്കൂ. അതിലൂടെ അവർ ജന്മജന്മാന്തരത്തിലേക്ക് അകാല മൃത്യുവിൽ നിന്ന് രക്ഷ നേടട്ടെ. ഇങ്ങനെ സ്വന്തം ശാന്തിയുടെയും സുഖത്തിന്റെയും വൈബ്രേഷനിലൂടെ ആളുകൾക്ക് സുഖശാന്തിയുടെ അനുഭൂതി ചെയ്യിക്കുന്നവരായ ശക്തിശാലി സേവാധാരിയാകൂ. സ്ലോഗൻ: ഓർമ്മയുടെയും സേവനത്തിന്റെയും സന്തുലനം വെക്കുന്നതിലൂടെ തന്നെയാണ് സർവരുടെയും ആശീർവാദം ലഭിക്കുക. ഓം ശാന്തി.